യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഭരണത്തിന്റെ കൗണ്ട് ഡൗൺ അഥവാ പടിയിറക്കം ആരംഭിക്കുന്നത് ഇന്നലെ മുതലാണെന്ന് പറയാം. കാരണം ഒരുപാട് തട്ടിപ്പുകൾ നടത്തി മുന്നോട്ട് പോകുന്നവരാണ് പിണറായിയും സംഘവുമെങ്കിലും അത് വ്യക്തമായി ജനങ്ങൾ അറിഞ്ഞ് തല താഴ്ത്തി നിന്ന ദിവസം ഇന്നലെയായിരുന്നു. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രി ശൈലജയെ കൊണ്ടാണ് LDF പിടിച്ചു നിന്നതെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിനെ താഴെ ഇറക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരിക്കും, ഒരു സംശയവും വേണ്ട. രാഷ്ട്രീയം പഠിക്കാതെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് വന്നതിൻ്റെ മൂക്കാതെ പഴുത്തതിൻ്റെ പ്രശ്നമാണ് അതെന്ന് പറയേണ്ടി വരും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയെ കാണാനാകാതെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരിച്ചെത്തി കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതിയ വീണ ജോർജ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് വലിയ പൊല്ലാപ്പാണ്. പിണറായി സർക്കാരിന് ഈ 9 വർഷത്തിനിടയിൽ കിട്ടിയ ഏറ്റവും വലിയ നാണക്കേടാണ് ഇത്. ആശാ വർക്കർമാരോട് നടത്തിയ പ്രഹസന ചർച്ചയും അതിൽ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളും ശരിയല്ല എന്നറിഞ്ഞിട്ടും ആ ചർച്ച പരാജയപ്പെട്ടു എന്ന് അലറി വിളിച്ച് വീണ ദില്ലിയിലേക്ക് ഓടിയത് കണ്ടപ്പോൾ തന്നെ ഉറപ്പായിരുന്നു കഴിവുകേടിന്റെ പര്യായമാണ് ഈ മന്ത്രി എന്ന കാര്യം. അപ്പോയിന്റ്മെന്റ് പോലും എടുക്കാതെ നേരെ ഓടിച്ചെല്ലാൻ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് അമ്മാമന്റെ വീടൊന്നുമല്ല എന്ന് പോലും അറിയാത്തവരാണ് വീണ ജോർജ് എന്ന് ആരും കരുതുന്നില്ല. പക്ഷെ അത് മലയാളികളെ പറഞ്ഞു പറ്റിക്കാമെന്ന് തീരുമാനിച്ച മന്ത്രി വീണയുടെ ബുദ്ധിശൂന്യതയാണ് പിണറായി സർക്കാരിന് അന്ത്യം കുറിക്കാൻ പ്രാപ്തമാക്കിയത്. കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിന്റ്മെന്റ് തേടിയത് എന്നാണെന്ന കാര്യത്തിൽ വിവാദം കനക്കുന്നതിനിടെയും ഒരു വ്യക്തത വരുത്താൻ ഈ ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമങ്ങളെ പഴിച്ച വീണ ജോർജ് ആരോഗ്യമന്ത്രിയെ ക്രൂശിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്ന കള്ളന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. കേന്ദ്രമന്ത്രിയെ കാണാൻ അനുമതി തേടിയത് തെറ്റാണോ എന്ന PR ഏജൻസികൾ പറഞ്ഞുകൊടുത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതിയ വീണ മന്ത്രി യഥാർത്ഥത്തിൽ വീണു എന്ന് പറയാം. 18നാണോ അപ്പോയിന്റ്മെന്റ് തേടിയത് എന്ന ചോദ്യത്തിനും മന്ത്രി മറുപടി പറഞ്ഞില്ല. എന്നാണ് കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തത് എന്ന് മാധ്യമങ്ങളോട് പറയാൻ പറ്റില്ല, അത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ജനങ്ങളോട് പറയുമെന്നും പറഞ്ഞത് മന്ത്രിക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നു. അതുപോലെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് പ്രകടന പത്രിക വാഗ്ദാനത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രകടന പത്രികയുടെ അനുബന്ധം വായിക്കണമെന്നായിരുന്നു വീണ ജോർജിന്റെ മറുപടി. CPM വെബ്സൈറ്റിലെ പ്രകടന പത്രിക ഉയർത്തിയുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനും വ്യക്തമായ മറുപടി മന്ത്രി പറഞ്ഞില്ല. പറയാഞ്ഞതല്ല, പറയാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ച മന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കരഞ്ഞത് വലിയ തട്ടിപ്പുകാരിയുടെ തട്ടിപ്പ് പൊളിഞ്ഞുപോയി എന്ന് വ്യക്തമായതോടെയാണ്. ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർധനയാണ് തൻ്റെ സ്വപ്നമെന്ന് മാത്രം പറഞ്ഞ് തൊണ്ടയിടറിയ ആരോഗ്യമന്ത്രി മര്യാദയുണ്ടെങ്കിൽ ആ പണി രാജിവെക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇന്നലെ ഒരു കാര്യം നടന്നു. ആരോഗ്യം പോയിട്ട് രാജ്യം പോലും സംരക്ഷിക്കാൻ കഴിയാതെ ഗതികെട്ട് നിൽക്കുന്ന ക്യൂബ എന്ന രാജ്യത്തെ പ്രതിനിധികളോട് ആരോഗ്യരംഗത്തെ വിപ്ലവകരമായ ആധുനികവൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞു. നടക്കാത്ത കാര്യമായതുകൊണ്ട് അതിന് വലിയ ചെലവൊന്നും വേണ്ട. ഏതായാലും ഇന്നലെ വരെ ഒരു സംശയമുണ്ടായിരുന്നു, ജനങ്ങളുടെ തെറ്റിദ്ധാരണ മൂലം എങ്കിലും മൂന്നാമതും പിണറായി സർക്കാർ വരുമോ എന്നുള്ളത്. എന്നാൽ അതിന് വീണ ജോർജ് തീരുമാനമുണ്ടാക്കി. കപ്പിത്താൻ അങ്ങനെ ആടി ഉലഞ്ഞു തുടങ്ങി.